വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഒട്ടും പൈസ ചിലവില്ലാതെയാണ് ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓസിന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിലിട്ടേക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാനും ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പേപ്പറിൽ ഹേർട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി ഒരു കാർട്ടൺ ബോക്സിൻ്റെ ഒരു കാർട്ടൺ ഷീറ്റാണ് കേട്ടോ കട്ടിയുള്ളത്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറച്ച് കട്ടിയുള്ള കാർട്ടൺ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് ഗോൾഡൻ കളറിലുള്ള സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ പെയിൻറ്റ് അല്ലെങ്കിൽ അക്രൈലിക് യൂസ് ചെയ്യാം, അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു റെഡ് കളറിലുള്ളൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി എടുത്തേക്കുന്നത് ഇതുപോലുള്ളൊരു നെറ്റാണ് കേട്ടോ. ഇതെൻ്റെ മോളുടെ ഫ്രോക്കിൻ്റെ നെറ്റാണ്. അപ്പോൾ അവളിത് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു നെറ്റിൻ്റെ ഒരു ക്ലോത്താണ്. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കടുത്തതിന് ശേഷം ഒന്ന് താഴെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ ആക്കി കൊടുക്കില്ലേ, അപ്പോൾ അതുപോലെ മുകളിലും താഴെയും ലെവലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സിമ്പിളായി എന്താ പറയുക, ഒരു റഫായിട്ട് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. കാരണം കറക്റ്റ് ലെവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുകളിൽ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു ബൊക്കെ പോലെ വന്നിട്ടില്ലേ. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് ഈ ഒരു സംഭവത്തിന് ചെയ്തു കൊടുക്കാം. അപ്പം ഞാൻ ഇത് നേരത്തെ കാണിച്ചില്ലേ ഫോം ഷീറ്റ്, അത് നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മൊഞ്ചാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു നല്ലൊരു ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ രണ്ട് വശത്തേക്കും 2 പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കേട്ടോ നല്ല ഫിനിഷിങ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു കാർട്ടൺ ബോക്സിൻ്റെ അതിന് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, അതാണ് ഒരിത്തിരി ഇതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നീണ്ടു കിടക്കുന്ന ആ ഒരു നൂലൊക്കെ ഉണ്ടാകുമല്ലോ നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ, അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ആക്കിയെടുക്കുക. നല്ല രസയില്ലേ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഹേർട്ട് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഫ്രഷ് ഫ്ലവേഴ്സ്. 3 റോസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേക്കിലൊക്കെ വെക്കുന്നത് ബൊക്കയിലൊക്കെ വെക്കുന്നതുമായിട്ടുള്ള ഈ ഒരു വൈറ്റ് കുഞ്ഞിപ്പൂവ്, അതിൻ്റെ പേരെന്താ അറിയില്ല കേട്ടോ. അതെനിക്ക് എന്താ പറയുക, ഓസിന് കിട്ടിയതാണ് കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞതിനപ്പം നല്ല ലെങ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഈ സ്റ്റിക്ക് കൂടി തന്നു, കുറച്ചുകൂടി ലെങ്ത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ 3 സ്റ്റിക്കും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പം നമ്മളുടെ ആ ഒരു നെറ്റിൻ്റെ അത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗി ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ മുകളിലുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. അപ്പം ഞാൻ നേരത്തെ ടൈ ചെയ്തേക്കുന്നത് റഫായിട്ട് ടൈ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് അഴിച്ചതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ ടൈ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ജൂട്ട് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. 1-2 വെച്ചിട്ട് ഞാൻ ചെറിയ പീസ് വെച്ചിട്ട് ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ടൈ ചെയ്തില്ലേ, അതിൻ്റെ മുകളിലേക്കാണ് നമ്മളുടെ ഈ ഒരു ഹേർട്ട് ഷേപ്പിനെ വെച്ച് കൊടുക്കുന്നത്. അതിന് മുൻപായിട്ട് ഒരു റെഡ് കളറിലുള്ള ലൈസ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ 2 സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടും സെയിം ലെങ്ത്തുള്ള 2 ലൈസ് ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. താഴ്ഭാഗത്താണ് കേട്ടോ ഞാൻ ആ ഗം തേച്ച് കൊടുത്തത്. അതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഹേർട്ട് ഷേപ്പിനെ നമ്മുടെ നേരത്തെ ആ ജൂട്ട് ത്രെഡിൻ്റെ ബോയിലെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോയ് ആക്കി എടുക്കാനാട്ടോ ഞാൻ നോക്കിയത്. പക്ഷേ ബോ ആക്കി എടുത്തപ്പം ഒരു വൃത്തികേട്, ഒരു അഭംഗി പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാനത് അഴിച്ചു. അതങ്ങനെ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ അഴിച്ചു. അപ്പോൾ എനിക്ക് വേറൊരു ബോയ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈ ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് നീളത്തിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാകും.
അപ്പോൾ എനിക്ക് ഇതാണ് ഒരു ഭംഗിയായി തോന്നിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉള്ള നമ്മളുടെ ആ ഒരു ബോനയും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. സിമ്പിളാണ്, അപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.